സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ ഭവനമായ പള്ളികൾ, ആ പള്ളികളിൽ വന്നിട്ട് പുരുഷന്മാര് നിസ്കരിക്കണം. പള്ളി വെറുതെയുള്ളതല്ല, നിസ്കരിക്കാനുള്ളതാണ്. അതേ സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ച് ഹബീബ് നബി തങ്ങൾ പറഞ്ഞു, വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ വലിയ പ്രതിഫലം റബ്ബ് കൊടുക്കുന്നത് സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ചാണ്. അവിടെ ഒന്നുകൂടി പറയട്ടെ, ചില പരിഷ്കരണക്കാരുണ്ട്, അറിവില്ലാത്ത ചില പരിഷ്കരണം നടത്തിയിട്ട് ദീന് ഫസാദാക്കല്ലേ. അവരെ മനസ്സിൽ ചിലപ്പോൾ ശൈത്താൻ തോന്നിപ്പിക്കും, റമദാനിൽ മദ്രസയിൽ പെണ്ണുങ്ങൾക്കൊരു ജമാഅത്ത് തുടങ്ങിയാൽ എന്താ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലൊരു ജമാഅത്ത് തുടങ്ങിയാൽ എന്താ. അതൊന്നും നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടില്ല കേട്ടോ. ഓർമ്മിച്ചോളണം ഹബീബിനെ ഞങ്ങളെ വാക്ക്, വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരവരുടെ വീടാണ് ഖൈറ്. അവർ ജമാഅത്തിന് വേണ്ടി പുറത്തു പോകണ്ട, നിസ്കരിക്കാൻ വേണ്ടി പുറത്തു പോകണ്ട, ദിക്ർ ചൊല്ലാൻ വേണ്ടി പുറത്തു പോകണ്ട, സലാത്ത് ചൊല്ലാൻ വേണ്ടി പുറത്തു പോകണ്ട. അവരെ വീട്ടിൽ വെച്ചതൊക്കെ നിർവഹിക്കട്ടെ. എന്നാൽ ഇൽമ് പഠിക്കൽ അത്യാവശ്യമാണല്ലോ, അതിനു വേണ്ടി അവർ പുറത്തു പോകുന്നത് ആലിമീങ്ങൾ തടഞ്ഞിട്ടില്ല. അതുകൊണ്ട് പഴയകാലം മുതലേ വഅദ് കേൾക്കാൻ വേണ്ടി സ്ത്രീകൾ വരാറുണ്ട്. ആ വഅദിന്റെ സദസ്സിൽ ഉസ്താദ് ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് പറയുമ്പോ ആ വന്ന സ്ത്രീകൾ അവിടെ ഇരുന്ന് പതുക്കെ ദിക്ർ ചൊല്ലിയാൽ അതിന് കുഴപ്പമില്ല, സലാത്ത് ചൊല്ലിയാൽ കുഴപ്പമില്ല. പക്ഷേ വളരെ പതുക്കെയായിരിക്കണം അവർ ചൊല്ലുന്നത്. പുരുഷന്മാരെ പോലെ ഒച്ചത്തിൽ പറ്റൂല. ഒച്ചത്തിൽ ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണ് തൽബിയത്ത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. അത് ഉറക്കെ ചൊല്ലേണ്ട ദിക്റാണ്. പക്ഷേ അവിടെ ഇമാമിങ്ങൾ പറഞ്ഞു, ഉറക്കെ ചൊല്ലൽ പുരുഷന്മാർക്കാണ്, സ്ത്രീകൾ തൽബിയത്ത് പതുക്കെയാണ് ചൊല്ലേണ്ടത്. ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്.